ലാൽ, നമുക്കറിയാം പാലക്കാടൊക്കെ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില പ്രതീക്ഷിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ്, ജാഗ്രതയൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവെ മധ്യ കേരളത്തിലേക്ക് വന്നാൽ അവസ്ഥ? മധ്യകേരളത്തിൽ എല്ലായിടത്തും 30 ഡിഗ്രിക്ക് മുകളിൽ തന്നെയായിട്ട് ചൂട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് അതിൽ താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് കാര്യമായിട്ട് പലയിടങ്ങളിലും പ്രതിഫലിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിലെ അവസാനം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക പകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മൂന്നാർ മേഖലയിലാണ്. പ്രത്യേകിച്ച് ദേവികുളം ചുറ്റുവട്ട പ്രദേശങ്ങളാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായി കാണപ്പെടുന്നത്. കളമശ്ശേരി, തൃത്താല അടക്കമുള്ള പ്രദേശങ്ങളിലും ഇതുണ്ട്. ചെങ്ങന്നൂര്, അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങളിലും തീവ്രത വളരെ കൂടുതലാണ്. പക്ഷേ താരതമ്യേന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കാലാവസ്ഥയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മൂന്നാർ അടക്കമുള്ള മേഖലകളിലാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിർജ്ജലീകരണം മൂലം ആളുകൾക്ക് മരണം സംഭവിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശത്തിന് പുറത്താണ് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിക്കണം എന്ന നിർദ്ദേശം നൽകുന്നത്. കാരണം വിയർപ്പായി ഇത് ഒഴുകി പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അത്തരമൊരു നിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം 2 വീലറുകളിൽ യാത്ര ചെയ്യുന്നവരാണ് വളരെ കൂടുതലായിട്ടുള്ളത്. പൊതുഗതാഗത സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു നഗരമാണ് എങ്കിൽ പോലും ചെറിയ യാത്രകൾക്ക് പലരും 2 വീലറുകളെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അതോടൊപ്പം ഈ ഓൺലൈൻ 2 വീലർ ടാക്സി സർവീസുകൾ, റാപ്പിഡോ പോലുള്ള സർവീസുകൾ കൊച്ചി നഗരത്തിൽ യഥേഷ്ടം ലഭ്യമാണ്. അപ്പോൾ ചെറിയ നിരക്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം കൊണ്ട് അത്തരം വാഹനങ്ങളെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, പോലീസുകാർ എന്നിവരോട് രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്ന രീതിയിലുള്ള തൊഴിലിടങ്ങളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഓൺലൈൻ ഡെലിവറി ബോയ്സ് അടക്കമുള്ളവർക്ക് കൃത്യമായി വിശ്രമം നൽകാനുള്ള സംവിധാനം അതാത് കമ്പനികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം എങ്ങനെയുണ്ടെങ്കിലും അത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ അറിയാൻ കഴിഞ്ഞ എറണാകുളം നഗരത്തിൽ മാത്രം 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഈ ചൂട്. ഈ കടല്, കായൽ മേഖലയോട് കൂടുന്തോറും ഈ ചൂടും ഡിഗ്രിയും കൂടി വരും. അതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ നിലവിൽ ഇത്തിരി അധികമായാലും പ്രശ്നമില്ലാത്ത ഒന്ന് കുടിവെള്ളമാണ്. അത് ആവശ്യത്തിലധികം കുടിച്ചോളൂ. എന്തായാലും അന്നമാണ് പ്രശ്നം, ഭക്ഷണമാണ് പ്രശ്നം. അതുകൊണ്ട് അത് നേടാൻ വേണ്ടി പോകുന്നവർക്ക് ചിലപ്പോൾ ചൂട് വകവെച്ച് മാറി നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.